പൊട്ടിക്കാണ്ട് നിങ്ങളെ കാണിക്കണം. പക്ഷെ എല്ലാം കൊളാക്കിയിട്ടാ. കൊളാക്കിയത് ഒരെണ്ണം കൂടി ഉണ്ടായിട്ടാ. അത് കട്ട് ചെയ്തിട്ടുണ്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ അൺബോക്സിംഗ് ആണ്. അൺബോക്സിംഗ് അല്ല, നമ്മൾ അൺബോക്സിംഗ് നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മള് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ നമുക്ക് ബാക്കി ഗിഫ്റ്റ്സ് എന്തുകൊണ്ട് കാണിച്ചുകൂടാ എന്ന് നമുക്ക് തോന്നിയത്. ഒരാഴ്ച എല്ലാ തിരക്കുകളൊക്കെ ഒതുങ്ങി പിന്നെ ഈ ഗിഫ്റ്റുകളാണ് നമ്മൾ അൺബോക്സ് മാത്രം ചെയ്തത്. എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു പൊട്ടിക്കാണ്ട് നിങ്ങളെ കാണിക്കണം. പക്ഷെ എല്ലാം കൊളാക്കിയിട്ടാ. കൊളാക്കിയത് വേറെ ആരുമല്ല, പറയുന്നില്ല. അപ്പൊ കം ടു ദ പോയിന്റ്. അപ്പൊ നമുക്ക് ഓരോ ഗിഫ്റ്റ് ആയിട്ട് കാണിക്കാം. വലുതായിട്ട് ലാഗ് ഒന്നും അടുപ്പിക്കുന്നില്ല, കാരണം പൊട്ടിക്കലൊന്നുമില്ല, ജസ്റ്റ് കാണിച്ച് പോകുന്നുണ്ട്. പേരൊന്നും അറിയില്ല, ആരൊക്കെ തന്നതാണെന്ന് പേരൊന്നുമില്ല, ഗിഫ്റ്റിന്റെ പേര്. ഫസ്റ്റ് തന്നെ ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ടാവും, ഒരുപാട്. പിന്നെ കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവട്ടോ ആരൊക്കെ എന്തൊക്കെ തന്നേന്നു. നമുക്ക് പേര് നമുക്ക് രണ്ട് സൈഡിലായിട്ട് ഞാൻ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് ഗിഫ്റ്റ് ആണുള്ളത്, രണ്ട് സൈഡിലായിട്ട്. അപ്പൊ അത് ആദ്യം ഒരു സൈഡിൽ എടുക്കാം, ഞാൻ ഈ സൈഡിൽ എടുക്കാം. ഓക്കെ, കാണിച്ചോളൂ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഗിഫ്റ്റ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അങ്ങനെ ചെറിയ ഗിഫ്റ്റ് ആണ്. ഇത് കൃഷ്ണനും രാധയുടെ ഒരു തീമാണ്. ഭയങ്കര രസമാണ്. എനിക്ക് വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഭയങ്കര രസമായി ഒരു ഫ്രെയിം കാണാനായിട്ട്. അത്യാവശ്യം വലുതാണ് കേട്ടോ. ഇത് നമുക്ക് വീടൊക്കെ വെക്കുന്ന ടൈമിൽ നമുക്കിത് തൂക്കാൻ പറ്റും. വീഡിയോ നമുക്ക് അടുത്ത് തന്നെ വരും. വീഡിയോ വെച്ചിട്ട് നമ്മൾ ഡാൻസ് ക്ലാസ് കിട്ടും. നെക്സ്റ്റ് നമ്മൾ ഇത് നമ്മള് കാണിച്ച ഇതും കൃഷ്ണനും രാധയാണ്. ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാ. ഇതിന്റെ ഉള്ളിൽ ലൈറ്റ് ഒക്കെ ഉണ്ട്. ലൈറ്റ് വെച്ചുമ്പോൾ അതിന്റെ കുറച്ച് നല്ല ഭംഗിയൊക്കെ മനസ്സിലാവുക. ഒരു 3D മോഡലാണത്. ഇതിൽ ലൈറ്റ് ഉണ്ട്. ഇതാരാണ്? ഇത് നമ്മുടെ സൗമ്യ ചേച്ചി. സൗമ്യ ചേച്ചി ഡാൻസ് ക്ലാസ്സിലെ എന്റെ സ്റ്റുഡന്റ് ആണ്, ഭരതനാട്യം സ്റ്റുഡന്റ് ആണ്. സൗമ്യ ചേച്ചി എന്നാണ്. ഇതും കൃഷ്ണനും രാധയാണ് എന്നുള്ളതാണ്. നമ്മൾ ഗുരുവായൂരിൽ വെച്ച് കല്യാണം കഴിച്ച് കൃഷ്ണനും രാധയാണ് കൂടുതൽ കിട്ടിയത്. അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് കൃഷ്ണനും രാധയും കിട്ടിയത് കൊണ്ട്. പിന്നെ നമ്മുടെ ഫേവറേറ്റ് ഇത് ആരാ തന്നെയെന്ന് എനിക്ക് ചേച്ചിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു നമ്മുടെ സാരി ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത ചേച്ചി മാത്രമല്ല. റിങ്കു കൊയ്യാന്ന് എഴുതിയിട്ടുണ്ട്. താങ്ക് യു റിങ്കു. ഇത് നമ്മുടെ സേവ് ദ ഡേറ്റിന് ഓൺ വോയിസ് കൊടുത്ത ആ ഒരു പയ്യൻസ് അവൻ തന്നെയാണ്. കണ്ടോ ഈ ഒരു ഇതിൽ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സ്പേസ് ഇല്ല ഗൈസ്. ഇത് അച്ഛതടം, ഇത് ഞാൻ അച്ഛതടം എന്നിങ്ങനെ പുറകെ ഇരുത്തിട്ട്. പക്ഷെ ഇതിന്റെ അടിയിൽ എന്തോ സെറ്റപ്പ് ഉണ്ട് കേട്ടാ. കണ്ടാ ഇതിന്റെ അടിയിൽ എന്തോ ഇളക്കിട്ട് വെക്കാൻ പറ്റും. സ്ക്രൂ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് കുറച്ചുകൂടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ്. കാരണം നമ്മുടെ സ്വന്തം കൂട്ടുകാരികളും ഉണ്ട്, ഫ്രണ്ട്സ്. ഞങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോയും കൂടിയാണ്. ഒരുപാട് താങ്ക്സ്. ഈ ഒരു ഫോട്ടോ തന്നെ സെലക്ട് ഞാൻ അടിക്കാൻ വേണ്ടി തന്നെ നിൽക്കണേ ഒരു ഫ്രെയിം നമ്മൾ സേവ് ചെയ്യുന്നത്. പക്ഷേ അവരായിട്ട് അറിഞ്ഞോട്ട് ഗിഫ്റ്റ് ആയിട്ട് തന്നു. താങ്ക്സ്. ഇഷ്ടപ്പെട്ടു. ഈ ഫോട്ടോ എല്ലാവരും കണ്ടിട്ടുണ്ട്, തന്നെ കുഴപ്പമില്ല. അപ്പൊ അടുത്തെന്താണ്? അടുത്തത് കൃഷ്ണനും രാധയുടെയും തന്നെയാണ് അല്ലേ? അടുത്തൊരു വെറൈറ്റി ഫ്രെയിമാണ്. കുറെ പേരൊന്നും അറിയില്ല കേട്ടോ, ആരെ തന്നേന്ന് അറിയില്ല. സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബുദ്ധനാണ്. ഇതില് മിനിക്കൊക്കെ ഉണ്ട് കേട്ടോ. ആ ഫ്രണ്ടിൽ തന്നെ കയറി വരുമ്പോൾ അങ്ങനെ വെക്കാനായിട്ട് ഇതൊരു ബുദ്ധന്റെ ഫോട്ടോ ആണെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ നല്ല ഭംഗിയുണ്ട്. ഈ കണ്ണൻ കണ്ണടയ്ക്കും, കണ്ണ് തുറക്കും. ഇത് നമ്മുടെ ഉണ്ണിക്കണ്ണനാണ്. ഉണ്ണിക്കണ്ണൻ മുതൽ വലിയ കണ്ണൻ വരെ ഉണ്ട്. നമ്മൾ എന്തായാലും വീട്ടിൽ നമ്മൾ വച്ചിരിക്കും കേട്ടോ. ഇത് തന്നവരോടാണ്. എന്തായാലും നമ്മളിത് വീട്ടില് എവിടെയാണെങ്കിലും വെക്കുന്നതാണ്. അത്രയും ഞങ്ങൾക്ക് ഇത്രയും കണ്ണന്റെയും രാധയുടെ ഫോട്ടോസ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇത് കുറച്ച് വലിയ കൃഷ്ണനാണ്. 3D ആണുള്ളത്. ഇത് 3D ആണ് കേട്ടോ. ചെറിയൊരു വ്യത്യാസം സെക്ഷനായിട്ടാണ് കൃഷ്ണന്റെ അതേ തന്നെ ഇത്രയധികം കൃഷ്ണന്റെ നമ്മുടെ ഫൈനൽ ഫ്രെയിം ആണല്ലോ ഇത്. നമുക്ക് കിട്ടിയതില് അവസാനത്തെ ഫ്രെയിമാണ് ഇത് കാണിക്കുന്നത്. സ്വപ്ന ചേച്ചി, നമ്മുടെ പൊയ്യയിലെ ബ്യൂട്ടീഷ്യൻ ചേച്ചിയാണ്. അരിച്ചി
തന്ന ഗിഫ്റ്റാണ്. കൊള്ളാട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. ഫ്രെയിമുകൾ നമ്മുടെ ഫ്രെയിമുകളൊക്കെ കഴിഞ്ഞു. ഇനി ഒരു ഗിഫ്റ്റ് ഉണ്ട്. അതായത് നമുക്ക് ഒരു വെറൈറ്റി ആണ്. അതിൽ നോക്കുമ്പോഴത്തേക്കും ഒരു വെറൈറ്റി ആണ്. ഇനി ഫ്രെയിം ഉണ്ടല്ലേ, ഇതൊക്കെ നോക്കണ്ടേ? ഇപ്പോൾ ഒരു ഫ്രെയിം ഉണ്ട്, ഒരു ഫ്രെയിം അടിപൊളി സമയത്താണ്. ഇത് നമുക്കിവിടെ കല്ലൊക്കെ വെച്ചിട്ട് ഇതിന്റെ ഇത് ഭയങ്കര ഒരു വർക്ക് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുണ്ട്. ആ ഇവിടേക്ക് ഇങ്ങനെ കളർ ചെയ്ത്. പക്ഷെ കൂടുതൽ നമ്മൾ പുറത്തേക്കൊക്കെ എടുക്കുകയാണെങ്കിൽ ചീത്താവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമുക്കൊരു വല്ല ഷോക്കേസ് വെക്കുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലൊരിടത്ത് ഇങ്ങനെ വെക്കുക ചെയ്യാം. പക്ഷെ ഭയങ്കര രസമായിട്ട് ഇത് കാണാനായിട്ട്. അത്രയും ഇങ്ങനെ മാലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഹാരത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കമ്മല് ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് അല്ല, ജാറ് ഇത് നമുക്കിങ്ങനെ മറ്റേ ഡൈനിങ് ടേബിളിലൊക്കെ ചെയ്യാം. ഇതിന്റെ ഗ്ലാസ്സുകളും ക്യൂട്ടാണ് കേട്ടോ. ഇതേപോലെ നമുക്കൊരു കുക്കർ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ കുക്കർ. അത് നമ്മൾ സേഫായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ദേവസേനയാണ് കൊണ്ട് തന്നത്, എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. അവരാണ് കൊണ്ടുവന്ന് തന്നത്. അതെന്തായാലും ഞങ്ങൾ വീട്ടിൽ സേഫായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്തായാലും ഈ ഒരു സാധനം നമ്മുടെ ഇതും എൻ്റെ ഒരു സ്റ്റുഡൻ്റ് തന്നെ തന്നതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ചെയ്തിട്ടാ. ഈ അടുത്തത് നമ്മുടെ തുണിയുടെ സെക്ഷനാണ്. വേറെല്ലാം ഇനിയുള്ളത് ഫൈനൽ സാധനങ്ങൾ. കുറച്ച് ഡ്രസ്സ് എനിക്കാണ് കിട്ടിയത്. എനിക്ക് ഡ്രസ് ഒന്നും കിട്ടിയില്ല. ഒരു ഷർട്ട് ആവശ്യത്തിന് കിട്ടി. പക്ഷെ ഞാൻ എവിടെയോ എടുത്ത് വെച്ചു ഷർട്ട്. എന്നിട്ടും പറയുന്നു ഇനി ഡ്രസ്സില്ല. അത് പിന്നെ എങ്ങനെയാണല്ലോ, ഗേൾസ് ക്യാൻ റിലേറ്റ്. ഇതൊരു ചുരിദാറിൻ്റെ പീസാണ് കേട്ടോ. ഇതിൽ ടോപ്പും പാൻറ്റും വെക്കാൻ പറ്റും ഈ ഒരു തുണിയിൽ. നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. ഇത് നിമ്മി ചേച്ചിയാണ് എനിക്ക് തന്നത്. നല്ലൊരു ഭംഗിയുള്ള ഒരു ചുരിദാറിൻ്റെ മെറ്റീരിയലാണ്. ഇത് അതിൻ്റെ ഷോള്. ഈ ഷോളൊന്നും ഇടലില്ല, ഇനി എന്തായാലും ട്രൈ ചെയ്യാം. ഇതും ഒരു ചുരിദാർ സെറ്റാണ്. ഇത് എൻ്റെ സ്റ്റുഡൻറ്റ് തന്നെയാണ് തന്നത്. എനിക്ക് പേരാണെങ്കിൽ ഡൗട്ട് ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പം എന്തായാലും ഇങ്ങനത്തെ ചുരിദാറൊക്കെ ഞാൻ ഇടൽ കുറവാണ്. പക്ഷേ ഉറപ്പായിട്ട് ഇത് തയ്ക്കും. ഞാനിടും. എന്തായാലും അടുത്തൊരു ഫംഗ്ഷൻ വരാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. കാരണം ഇതൊക്കെ നല്ല പാർട്ടി വെയർ പോലത്തെ ഒരു മെറ്റീരിയൽസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഉടനെ തന്നെ ഞാൻ തയ്ക്കുന്നതാണ് കേട്ടോ. ഇതിലും ഷോൾ ഉണ്ട് കേട്ടോ. ഷോൾ ഓക്കെ. നെക്സ്റ്റ് സാരി. ഇത് നമ്മുടെ ഹരിദാസ് തന്ന സാരിയാണ്. സാരി ഇപ്പോഴും ഞാൻ സാരി ഉടുക്കാൻ പഠിച്ചതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ സാരി ഉടുക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും പാവാട ബ്ലൗസൊക്കെ തയ്ച്ചിടും. ഈ ഒരു പീക്കോക്ക് ഗ്രീനും ബ്ലൂവും കൂടെ ഫൈനൽ ഒരു ഗിഫ്റ്റും കൂടിയാണ് നമുക്ക് കാണിക്കാൻ. അതും സാരി തന്നെയാണ്. ഇത് കുറച്ച് ഉടുക്കാനൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് ഭയങ്കര ഇങ്ങനെ പഫ് പോലെ ഇതിൽ തന്നെ ഉണ്ടാവുമായിരിക്കും കേട്ടോ ബ്ലൗസ്. ഇതാണ് ബ്ലൗസ് പീസ്. സാരി അടിപൊളിയായിട്ടുണ്ട്. ഫൈനൽ ഗിഫ്റ്റ് ആണ് നമ്മൾ ഇനി അവസാനം കാണിക്കാൻ പോകുന്നത്. ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ്. ഭയങ്കരമായിട്ട് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇതായിരുന്നു. നമ്മൾ വാങ്ങണം. കാരണം നമ്മുടെ ഡാൻസ് ക്ലാസ്സിലോട്ട് ഓരോ ഫംഗ്ഷൻസ് വരുമ്പോഴും നമ്മൾ വിളക്കത്തിക്കാം. അതായത് വിളക്കാണ് അടുത്തത്. ഭയങ്കര നല്ല അടിപൊളി കുഞ്ഞമ്മയാണ് തന്നത്, ഗീതു കുഞ്ഞമ്മ. കാരണം ഫംഗ്ഷൻസ് വരുമ്പോൾ നമ്മൾ ചെറിയൊരു വിളക്ക് കത്തിക്കാം. ഞാൻ ഇത് വെച്ചിട്ട് തലയിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട്. തല വെക്കാൻ പാടില്ല. ഇല്ല, ഡാൻസ് ചെയ്യാൻ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ കണ്ടു. അടുത്ത് ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്ത് എപ്പോഴും എനിക്കൊന്ന് ഡാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ശ്രീതു കുഞ്ഞമ്മ മോതിരം റിങ് തന്നിട്ടുണ്ടായിരുന്നു. അച്ഛനും ഒരു റിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തായാലും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇനിയുണ്ട്. ഗിഫ്റ്റുകളുണ്ട്, 2-3 ഗിഫ്റ്റ് ഉണ്ട്. അത് വീട്ടിലാണ് എല്ലാം എടുക്കാൻ പറ്റില്ല. ഇതിപ്പോ നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ എല്ലാ സാധനങ്ങളും വീട്ടിൽ വെക്കാൻ സൗകര്യമില്ല. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ വെച്ച്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ അടുത്ത എന്ത് വീഡിയോ വേണമെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അടുത്ത വീഡിയോ ഞാനും ഉണ്ടാവും വ്ളോഗിങ്ങിനായിട്ട്. അതെ, ബൈ.